ബെൽജിയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ പ്രൗഢനഗരമായ ബ്രൂഷിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ. ഒരു കാറിൽ ബ്രൂഷിന്റെ നഗരഹൃദയത്തിലേക്ക് പോകുന്നു. അതിമനോഹരമായ നിർമ്മിതികൾ, കല്ലുവിരിച്ച പാതകൾ, പള്ളിഗോപുരങ്ങൾ, സന്ധ്യാനേരം. ഒരു അത്ഭുത നഗരത്തിലേക്ക് തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. 1600കളിലും 1700കളിലും പണിത ചരിത്രമുറങ്ങുന്ന മന്ദിരങ്ങൾ, പ്രഭുഭവനങ്ങൾ, ഗിൽഡ് ഹൗസുകൾ, അതിനെല്ലാം ഇടയിൽ കല്ലുപാകിയ സ്ക്വയറുകൾ പലയിടത്തും. ആ സ്ക്വയറിന്റെ ഓരങ്ങളിൽ റെസ്റ്റോറന്റുകളിൽ ഇരിക്കുന്നവർ, സായന്തന വേലിലൂടെ സൈക്കിൾ ചവിട്ടി നീങ്ങുന്നവർ. താമസിക്കാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ തേടിയാണ് ഞങ്ങൾ പോകുന്നത്. മാർക്കറ്റ് സ്ക്വയറിനടുത്താണ് ഹോട്ടൽ എന്നറിയാം. വൺ വേ ആയതിനാൽ കുറച്ച് വളഞ്ഞു ചുറ്റി വേണം അവിടെ എത്താൻ. അങ്ങനെ വളഞ്ഞു ചുറ്റി പോകുമ്പോഴാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ചരിത്ര നഗരത്തെ അതിന്റെ ഗരിമ ഒട്ടും ചോർന്നു പോകാതെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നാണ് ഇവിടെ കാണുന്നത്. ഒടുവിൽ ഞങ്ങൾ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന മാർട്ടിൻസ് ബ്രൂഷ് ഹോട്ടൽ കണ്ടുപിടിച്ചു. അതിനു സമീപം കാർ കൊണ്ടുചെന്ന് നിർത്തി. പാർക്കിംഗ് സ്ഥലം ഭൂമിക്കടിയിലാണ്. ഇവിടെ തൽക്കാലം വണ്ടി നിർത്തിയിടാനേ പറ്റൂ. പുതിയ കെട്ടിടമാണ് മാർട്ടിൻസ് ബ്രൂഷ് ഹോട്ടലിൻ്റേത്. 3 സ്റ്റാർ ഹോട്ടലാണ്. ഒരു രാത്രിയിൽ ഒരു മുറിയിലെ താമസത്തിന് 10,000-ഓളം രൂപ വരും വാടക. നഗരഹൃദയത്തിൽ തന്നെയാണ് ഹോട്ടൽ. ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയാക്കി ഞാൻ മുറിയിലേക്ക് നടന്നു. 2 മുറിയാണ് എടുത്തിരിക്കുന്നത്. 2ാം നിലയിലാണ് മുറികൾ. എന്റെ സുഹൃത്തുക്കൾ തൊട്ടടുത്ത മുറിയിൽ തന്നെയാണ്. തരക്കേടില്ലാത്ത മുറി. മാർക്കറ്റ് സ്ക്വയർ എന്നറിയപ്പെടുന്ന നഗരചത്തുരത്തോട് ചേർന്നുള്ള ഹോട്ടലാണ്. ഇവിടെ നിന്നിറങ്ങിയാൽ നേരെ സ്ക്വയറിലേക്കെത്താം. ഒരു മുറിയുടെ വാടക 10,000 രൂപ എന്നത് അല്പം കൂടുതലാണ്. നല്ല സൗകര്യങ്ങളുള്ള മുറി, നല്ല മെത്ത, കിടക്കാൻ പ്രലോഭിപ്പിക്കുന്നുണ്ട്. പക്ഷേ തെരുവിലേക്കിറങ്ങണം. നേരം ഇരുട്ടിയിട്ടില്ല. സമയം 7:45 ആയിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ട് പുറത്ത് നല്ല വെളിച്ചമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ തെരുവിലേക്കിറങ്ങി. തെരുവിൽ ജനമുണ്ട്. 1579 പണിത കെട്ടിടമാണ് ഇക്കാണുന്നത്. അതിനു മുന്നിലൂടെ നായ്ക്കളുമൊത്ത് നടക്കാനിറങ്ങിയവർ. ഇത് ബെൽഫോർട്ട് ഓഫ് ബ്രൂഷിന്റെ പിൻഭാഗമാണ്. നഗരമണിഗോപുരത്തിന് അനുബന്ധമായുള്ള കെട്ടിടത്തിന്റെ ഭാഗം. 700 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. ഇവിടെയൊക്കെ സൈക്കിളിലാണ് ആളുകൾ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ നടക്കുന്നു. കാറുകൾ ഈ സ്ക്വയറിൽ കാണുന്നതേയില്ല. ഇത്രയും വികസിതമായ ഒരു രാജ്യത്ത് ആർക്കും കാറില്ലാത്തതുകൊണ്ടാണോ? ഇതാണ് ആധുനീകരണം എന്ന് പറയുന്നത്. റോക്കോക്കോ സ്റ്റോർ എന്ന സ്ഥാപനമാണിത്. ലേസും റോക്കോക്കോ പെയിന്റിങ്ങുകളും വിൽക്കുന്ന സ്റ്റോർ. അതിനെ പ്രതീകവൽക്കരിക്കുന്ന ചില പ്രതിമകളും കാണാം അവിടെ. പുരാതന കാലം മുതലേ ലേസ് വിപണനത്തിൽ പ്രസിദ്ധമാണ് ബ്രൂഷ്. സ്ക്വയറിലേക്ക് നടന്നു. അപൂർവമായ കാറുകൾ കാണുന്നുള്ളൂ. എല്ലാവരും നടക്കുന്നു. ഇക്കാണുന്നത് ഇവിടുത്തെ ബിയർ മ്യൂസിയമാണ്. ബിയറിന്റെ ഉപയോഗം ഈ നഗരത്തിന്റെ സംസ്കാരവുമായി ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു മ്യൂസിയം തന്നെ ഉണ്ടായത്. സ്ക്വയറിനു ചുറ്റുമുള്ള മന്ദിരങ്ങൾ അസ്തമന സൂര്യന്റെ വെയിലേറ്റ് തിളങ്ങി നിൽക്കുന്നു. സാൽവദോർ ദാലി ആർട്ട് ഗാലറിയാണിത്. ബെൽഫോർട്ട് എന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്താണ് ഗാലറി. മണിഗോപുര മുകളിലെ ഘടികാരം നേരം 8 മണിയായെന്ന് കാണിക്കുന്നുണ്ട്. പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന മണിഗോപുരം. 48 മണികൾ ഗോപുരത്തിലുണ്ട്. അതിൽ നിന്നുള്ള സംഗീതം ഇടയ്ക്കിടെ കേൾക്കാം. മാർക്കറ്റ് സ്ക്വയറിന്റെ ഒരതിരിലാണ് മണിഗോപുരം. സ്ക്വയറിന് നടുവിൽ കച്ചവടക്കാരുണ്ട്. ഒരു ഐസ്ക്രീം കച്ചവടക്കാരിയാണ് ഇത്. നഗരത്തിനുമേൽ തണുപ്പ് വീഴുന്ന ഈ സമയത്തും ഇവൾക്ക് നല്ല കച്ചവടമുണ്ട്. വേറൊരു കൂട്ടർ കുതിരവണ്ടിക്കാരാണ്. പ്രൗഢഗംഭീരമായ കുതിരവണ്ടി. അതിൽ കുടുംബസമേതം യാത്ര ചെയ്യുന്നവർ.
അത്തരം വണ്ടിയിൽ കയറി പഴയ നഗരത്തിലൂടെ ഒന്ന് കറങ്ങി വരാം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു കാൽപ്പനിക ലോകത്തേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്നാണ് തോന്നുക. ഇടയ്ക്കിടെ വന്നെത്തുന്ന കുതിരക്കുളമ്പടി നാദം, നിലത്തു വിരിച്ച കല്ലിലൂടെ അതങ്ങനെ താളാത്മകമായി കടന്നു പോകുന്നു. മോട്ടോർ വാഹനങ്ങളില്ല, ഹോണടിയില്ല, പുകയില്ല. ശുദ്ധവായു ശ്വസിച്ച് തണുപ്പിൽ ഈ ചതുരത്തിൽ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. പ്രൗഢിയുള്ള മനുഷ്യർ, അവരുടെ കുലീനമായ പെരുമാറ്റം, ചരിത്രഗരിമയുള്ള കെട്ടിടങ്ങൾ, വൃത്തിയുള്ള അന്തരീക്ഷം, ദുർഗന്ധമില്ല, കൊതുകില്ല. വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഈ നഗരം പകർന്നു തരുന്നത്. അല്പദിവസം മുൻപ് മാത്രമാണ് ഇങ്ങനെ ഒരു പട്ടണത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടേക്ക് വരാൻ തീരുമാനിക്കുന്നതും. എന്തുകൊണ്ട് അതിനു മുൻപ് ഇങ്ങനെ ഒരു നഗരത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നതിൽ അത്ഭുതം തോന്നുന്നു. ഇതിവിടുത്തെ പ്രൊവിൻഷ്യൽ കോർട്ടാണ്. ചത്തുരമധ്യത്തിൽ ഒരു സ്മാരകമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് പടയ്ക്കെതിരെയുള്ള ബ്രൂഷിന്റെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ ജാൻ ബ്രേഡൽ, പീറ്റർ ഡി കോണിൻക് എന്നിവരുടെ സ്മാരകമാണ്. അതിനെല്ലാം ചുവട്ടിൽ ആളുകളുണ്ട്. ഇളം തണുപ്പുകൂടിയുള്ളതുകൊണ്ട് ഒരു പ്രത്യേക സുഖമാണിവിടെ. മെഴുത്ത കുതിര വലിക്കുന്ന വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടെ കടന്നുപോകുന്നു. ഈ അനുഭവം പറഞ്ഞറിയിക്കാനാവില്ല. ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ അത് അനുഭവിക്കാനാവൂ. ഭൂമിയിൽ ഈ ഭാഗത്തും മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും ഇങ്ങനെ കുലീനത്വമുള്ളവരുണ്ടെന്നും നേരിൽ കണ്ടറിയുകയും അത്ഭുതപ്പെടുകയും വേണം. കുതിരവണ്ടിക്കാർ മിക്കവരും പെൺകുട്ടികളാണ്. കോളേജ് പഠനകാലത്ത് സ്വന്തമായി വരുമാനമുണ്ടാക്കാനായി വൈകുന്നേരങ്ങളിൽ ഈ തൊഴിലെടുക്കുന്നതാവാം. പലയിടത്തും ടൂറിസ്റ്റുകളുടെ സംഘങ്ങൾ. ഞാൻ അല്പം മാറി നിന്ന് ബ്രൂഷിന്റെ ബെൽഫോർട്ടിനെ ഒന്ന് കാണുകയാണ്. വീതിയേക്കാൾ ഉയരമുള്ള കെട്ടിടമാണത്. ആകാശത്തേക്ക് ഗോപുരമുന ഉയർത്തി നിൽക്കുന്ന കെട്ടിടം. 1240-ലാണ് ഈ മണിഗോപുരം മാർക്കറ്റ് സ്ക്വയറിന്റെ ഒരതിരിൽ നിർമ്മിതമാവുന്നത്. ഇതിവിടുത്തെ പ്രൊവിൻഷ്യൽ കോർട്ടാണ്. അതിന്റെ ഒരു ഭാഗത്ത് ഹിസ്റ്റോറിയം ബ്രൂഷ് എന്ന മ്യൂസിയവും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം ഒരൊറ്റ കെട്ടിടമാണെന്ന് തോന്നും. പലതും പല കാലങ്ങളിൽ നിർമ്മിതമായവയാണ്. ഒരു ഭാഗത്ത് ബെൽഫ്രേ എന്നും അറിയപ്പെടുന്ന മണിഗോപുരം. അങ്ങനെ ചുറ്റോടു ചുറ്റും മന്ദിരങ്ങൾ. അതിനോരോന്നിനും പ്രത്യേകമായ ചരിത്രമുള്ളതാണ്. ചിലത് വ്യാപാരി ഗിൽഡുകളുടെ ആസ്ഥാനങ്ങളായിരുന്നു. ബ്രൂഷ് നഗരത്തിന്റെ സുവർണകാലമായി അറിയപ്പെടുന്നത് 12 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളാണ്. എന്നാൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മേഖലയിലെ ഒരു പ്രമുഖ ജനവാസ കേന്ദ്രമായിരുന്നു ബ്രൂഷ്. 12-ാം നൂറ്റാണ്ടിൽ വലിയൊരു വാണിജ്യ കേന്ദ്രമായി ബ്രൂഷ് വളർന്നു. പ്രകൃതിദത്തമായി ഉണ്ടായിരുന്നതും മനുഷ്യാധ്വാനം കൊണ്ട് നിർമ്മിച്ചതുമായ കനാലുകളാണ് ഈ നഗരത്തിന്റെ വാണിജ്യ മേഖലയെ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തിച്ചത്. വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെയും മധ്യ യൂറോപ്പിലെയും വ്യാപാര ഗിൽഡുകളുടെ പൊതു കൂട്ടായ്മയായ ഹാൻസിയാറ്റിക് ലീഗിന്റെ ട്രേഡ് റൂട്ടിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അക്കാലത്ത് ബ്രൂഷ്. 13-ാം നൂറ്റാണ്ടിൽ തുണി വ്യാപാരത്തിന്റെ യൂറോപ്പിലെ പ്രമുഖ കേന്ദ്രമായി ഇവിടം മാറിയിരുന്നു. അക്കാലത്താണ് മാർക്കറ്റ് സ്ക്വയർ എന്നറിയപ്പെടുന്ന ഈ ചത്തുരത്തിനു ചുറ്റും വമ്പൻ കെട്ടിടങ്ങൾ നിർമ്മിതമായത്. ആ കെട്ടിടങ്ങളുടെയെല്ലാം മുന്നിൽ സ്ക്വയറിന്റെ ഓരം ചേർന്ന് ബിയർ ഗാർഡനുകൾ എന്നറിയപ്പെടുന്ന റെസ്റ്റോറന്റുകൾ. അവിടെ ബിയറോ വൈനോ ജ്യൂസോ നുകർന്നുകൊണ്ട് ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നു. ഇതാണ് സോഷ്യലൈസേഷൻ. അവർ വർത്തമാനം പറയുന്നു. കുട്ടികൾ അവരുടേതായ കളികളിൽ മുഴുകുന്നു. ഇത്തരം സ്ക്വയറുകളിൽ സന്ധ്യയോടെ എത്തുന്ന ഒരാളിൽ ഉളവാകുന്ന അനുഭൂതി ചെറുതല്ല. ഞങ്ങൾ പിന്നിട്ട ഗ്രാമങ്ങളെല്ലാം സുന്ദരമായിരുന്നു. എന്നാൽ അവിടെയൊന്നും ആളുകളെയോ ജീവിതമോ കണ്ടിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് യൂറോപ്പിൽ ടൂറിസം പട്ടണങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ ഗ്രാമങ്ങളാണ് കൂടുതൽ നല്ലത്. എന്നാൽ യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലും പട്ടണങ്ങളിലാണ് ജീവിതമുള്ളത്. മാർക്കറ്റ് സ്ക്വയറിൽ നിന്നും നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള മറ്റു ചെറിയ സ്ക്വയറുകളിലേക്കെത്തുന്നു. ചെറിയ സ്ക്വയറുകൾ റെസ്റ്റോറന്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നും.
എല്ലാ റെസ്റ്റോറന്റുകളിലും ആളുകൾ നിരന്നിരിക്കുകയാണ്. ഗ്രാമത്തിലൂടെയുള്ള യാത്രയിൽ അധികം ആളുകളെ കണ്ടിരുന്നില്ലല്ലോ. അതിന്റെ വിഷമം ഇവിടെ എത്തുമ്പോൾ തീരുന്നു. ബിയറാണ് ഇവരുടെയൊക്കെ പ്രധാന പാനീയം. നമുക്കാണ് ബിയർ എന്നത് ലഹരി പാനീയമാവുന്നത്. ഇവിടുത്തെ ഒരു കൾച്ചറൽ ഡ്രിങ്കാണ് ബിയർ. നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന സ്ഥാനമേയല്ല ബിയറിനുള്ളത്. പൊതുസ്ഥലത്തിരുന്ന് ബിയർ അടിക്കുന്നത് ഇവിടെ ഒരു കുറച്ചിലുമല്ല. കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നമുക്കൊരു കുറച്ചിലാണോ? എന്നാൽ കൈകൊണ്ട് ഭക്ഷണം വാരിക്കഴിക്കുന്നത് വൃത്തികെട്ട പരിപാടിയായാണ് സായിപ്പ് കാണുന്നത്. അത്തരമൊരു സാംസ്കാരിക അന്തരമായി ബിയർ പാനവും കണ്ടാൽ മതി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നേരം ഇരുട്ടിത്തുടങ്ങി. ഞാൻ പുറത്തെ ചെറു സ്ക്വയറുകളിൽ നിന്നും മാർക്കറ്റ് സ്ക്വയറിലേക്ക് തിരികെ നടന്നു. വിസ്തൃതമാണ് മാർക്കറ്റ് സ്ക്വയർ. ഒരു ഭാഗത്ത് പ്രൊവിൻഷ്യൽ കോർട്ട് ഹൗസ്. ബെൽ ടവർ തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാന നിർമ്മിതി. ബ്രൂഷ് എന്ന നഗരത്തിന്റെ സാംസ്കാരിക ഹൃദയമാണ് ഇന്നാട്ടുകാർ മാർക്കറ്റ് എന്ന് വിളിക്കുന്ന മാർക്കറ്റ് സ്ക്വയർ. 1000 വർഷം മുൻപ് തന്നെ ഇവിടുത്തെ പൊതുചത്തുരമായിരുന്നു ഇതെന്നതാണ് അത്ഭുതകരമായ കാര്യം. അന്നിവിടെ പലതരം ചന്തകൾ പ്രവർത്തിച്ചിരുന്നു. തുണിച്ചന്തയും തുകൽ ചന്തയും പാത്രച്ചന്തയുമെല്ലാം. കച്ചവടത്തിലൂടെ എത്തിയ സമ്പത്തു തന്നെയാണ് പിൽക്കാലത്ത് പ്രൗഢമായൊരു നഗരമാക്കി ബ്രൂഷിനെ മാറ്റിയത്. 13ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ മിക്ക സമ്പന്ന നഗരങ്ങളിലും മണികൾ സ്ഥാപിച്ച വലിയ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ബെൽ ടവറിന്റെയും വലിപ്പവും പ്രൗഢിയും ആ നഗരത്തിന്റെ തന്നെ ഗരിമ വിളിച്ചോതി. ഞാൻ അതിന്റെ ചുവട്ടിലെ കമാന വഴിയിലൂടെ നടന്നു. വലിയൊരു കോട്ടയുടെ അകത്തേക്ക് കയറി ചെല്ലുന്ന അനുഭവം. ദുരൂഹമായ ഒരു കോട്ട പോലെയുണ്ട്. കടന്നെത്തിയപ്പോഴാണ് ഇതിനകത്ത് ഒരു നടുമുറ്റമുണ്ടെന്ന് മനസ്സിലായത്. പല കൺസേർട്ടുകളുടെ വേദിയാകുന്ന നടുമുറ്റമാണിത്. ഇന്ന് വൈകുന്നേരം 9 മണിക്ക് ഒരു കൺസേർട്ട് ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിനുള്ള ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. എങ്കിലും കൺസേർട്ട് തുടങ്ങുന്നതുവരെ അതിലൂടെയൊന്ന് ചുറ്റി നടന്നു. ബെൽഫോർട്ട് തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. 23 നില കെട്ടിടത്തേക്കാൾ ഉയരമുള്ള ടവറാണ്. മണിഗോപുരമാണെങ്കിലും ഇതിന്റെ താഴെ ഭാഗം പഴയകാലത്ത് ഒരു ട്രഷറിയായി പ്രവർത്തിച്ചിരുന്നു. താഴെയുള്ള കെട്ടിടങ്ങളുടെ ഒരു ഭാഗം 18-19 നൂറ്റാണ്ടുകളിൽ മുനിസിപ്പൽ രേഖകൾ സൂക്ഷിക്കുന്നതിനുള്ള സുരക്ഷിത ഇടം കൂടിയായിരുന്നു. 13ാം നൂറ്റാണ്ടിനു ശേഷം ചുരുങ്ങിയത് 4 തവണയെങ്കിലും ബെൽഫോർട്ട് പുനരുദ്ധരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് 1822-ലാണ്. വിവിധതരം നാദങ്ങൾ ഉണർത്തുന്ന 48 മണികളാണ് ഗോപുരത്തിലുള്ളത്. ഓരോ നാദവും പ്രത്യേക സമയത്തിനു വേണ്ടിയുള്ളതാണ്. ബെൽഫോർട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. തൊഴിൽ സമയം അറിയിക്കാൻ, തീപിടുത്തം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാൻ, മതപരമായ ചടങ്ങുകളുടെ അറിയിപ്പിന് എന്നിവയ്ക്കെല്ലാം പ്രത്യേക മണികൾ ഉണ്ടായിരുന്നു. ബെൽഫോർട്ടിന്റെ വശങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ഇടത്തെരുവുകളുമുണ്ട്. അതെല്ലാം ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ടൂറിസം ഒരു നഗരത്തെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നതിന്റെ കാഴ്ചയാണിത്. സ്ട്രീറ്റുകളിൽ ചെറിയ പൊത്തുപോലെയുള്ള ഭാഗങ്ങൾ. ഉള്ള സ്ഥലത്ത് മേശകസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു. അവിടെ ആളുകൾ ബിയർ നുണഞ്ഞിരിക്കുന്നു. നേരം ഇരുട്ടുമ്പോഴേക്കും നഗരത്തിനാകെ തന്നെ കാൽപ്പനികമായൊരു ഭാവം കൈവരികയാണ്. അഭൗമമായ ഒരിടത്തുകൂടിയാണ് നടക്കുന്നതെന്ന് തോന്നും. പല പല സ്ക്വയറുകൾ, കുടകൾക്ക് ചുവട്ടിൽ ബിയർ ഗാർഡനുകൾ, അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർ. 9 മണിയാവുമ്പോഴേക്കും നഗരത്തിനുമേൽ സാവധാനം ഇരുട്ട് പടർന്നു തുടങ്ങും. 9:30 കഴിയണം നല്ല ഇരുട്ടാവാൻ. രാത്രിയായതോടെ ബെൽഫോർട്ട് ആകെ തന്നെ ലൈറ്റപ്പ് ചെയ്തു കഴിഞ്ഞു. കെട്ടിടം സ്വർണ്ണ നിറത്തിലേക്ക് മാറി.
ഇളം നീല ആകാശവും വിളക്കുകൾ തെളിഞ്ഞുകിടക്കുന്ന പുരാതന മന്ദിരങ്ങളുമെല്ലാം ചേർന്ന് വിവരിക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇത് ഇവിടുത്തെ പ്രൊവിൻഷ്യൽ കോർട്ടാണ്. ഈ സമയത്ത് ഇവിടുത്തെ ശബ്ദം കേട്ടും ദൃശ്യങ്ങൾ കണ്ടും ഇങ്ങനെ നിൽക്കുക എന്നത് ഒരു അനുഭവം തന്നെയാകുന്നു. പകൽ കണ്ട രൂപഭാവങ്ങളെല്ലാം മാറി കൂടുതൽ ഗംഭീരമായ ഒരു ചത്തുരമായി ഇത് മാറിക്കഴിഞ്ഞു. ബെൽഫോർട്ടിലെ ചില മണികൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. നിശ്ചിത ഇടവേളകളിൽ ആ മണികൾ കുറെ നേരത്തേക്ക് സംഗീതം പൊഴിക്കും. പല പല മണികൾ ചേർന്ന് ഉളവാക്കുന്ന ഒരു സംഗീതം തന്നെയാണത്. 23 നില കെട്ടിടത്തേക്കാൾ ഉയരമുള്ള ടവറാണ്. ബ്രൂഷ് ഒരു സാംസ്കാരിക നഗരം തന്നെയാണ്. കുതിരവണ്ടികൾ ബെൽ ടവറിന് മുന്നിലൂടെ കടന്നുപോകുന്നു. അത്യപൂർവമായി കാറുകളും. ആരും ഇവിടെ ഗതാഗതം തടഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ജനം തീരുമാനിച്ചിരിക്കുന്നു കാറുമെടുത്ത് ഇവിടേക്ക് വരേണ്ടെന്ന്. അതാണ് അത്ഭുതകരമായ പൗരബോധം. ജനം സ്വമേധയാ തന്നെ ഒരു സാംസ്കാരിക പ്രദേശം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആളുകൾ നടക്കുന്നു, സൈക്കിളിൽ പോകുന്നു. റോക്കറ്റിന്റെയും മിസൈലിന്റെയും എണ്ണമല്ല ഒരു രാജ്യത്തെ മികച്ചതാക്കുന്നത്, പൗരബോധത്തിന്റെ നിലവാരമാണ്. ബ്രൂഷിന്റെ പഴയ നഗരഭാഗത്തെ ഉൾതെരുവുകളിലൂടെ വീണ്ടും നടന്നു. ഇന്നൊരു ദിവസം മാത്രമേ ഞാൻ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രാത്രി ജീവിതം പരമാവധി കാണണം, കാഴ്ചകൾ പകർത്തിയെടുക്കണം. എല്ലാ ഇടത്തെരുവുകളിലുമുണ്ട് റെസ്റ്റോറന്റുകൾ. നേരം 10 മണിയായിട്ടും തണുപ്പ് വീണിട്ടും റെസ്റ്റോറന്റുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞിട്ടില്ല. നിരവധിയായ സാംസ്കാരികോത്സവങ്ങൾക്ക് വേദിയാകുന്ന പട്ടണമാണ് ബ്രൂഷ്. വർഷം തോറും 25ഓളം മ്യൂസിക് ഫെസ്റ്റിവലുകൾ മാത്രം ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളും അത്താഴം കഴിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങൾ ഒരുമിച്ചുണ്ട്. പലപ്പോഴും ലഘുഭക്ഷണവും മറ്റും ഒരുമിച്ച് കഴിച്ചതല്ലാതെ നല്ലൊരു ഡിന്നർ കഴിച്ചിട്ടില്ല. അതിനാൽ ഞാനും ജോണിയും ബ്ലെയ്സും ആചാരപരമായ ഒരു ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബെറി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. തുർക്കിക്കാരനാണ്. പല മേശകൾക്ക് ചുറ്റും ആളുകളുണ്ട്. ആളുകളെ ക്യാമറയിൽ പകർത്തുന്നത് ഇവിടെ ഒരു മര്യാദകേടാണ്. എങ്കിലും സഞ്ചാരത്തിന് ദൃശ്യങ്ങൾ വേണമല്ലോ. ഞാനൊരു ചിക്കൻ വിഭവം ഓർഡർ ചെയ്തു. സുഹൃത്തുക്കൾ ബീഫ് സ്റ്റീക്കും മറ്റുമാണ് വരുത്തിയത്. എല്ലാം യൂറോപ്യൻ വിഭവങ്ങൾ തന്നെ. ചിക്കന് അല്പം ഉപ്പ് കൂടുതലാണ് എന്നത് മാത്രമായിരുന്നു നേരിട്ട പ്രശ്നം. യൂറോപ്പിൽ ഏത് മാംസവിഭവം കഴിക്കുമ്പോഴും അതിന് തുല്യമായ അളവിൽ പച്ചിലകളുമുണ്ടാകും. ഞങ്ങൾ ബെൽജിയത്തിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് രാത്രി ഏറെ ചെല്ലുവോളം ആ റെസ്റ്റോറന്റിൽ അങ്ങനെയിരുന്നു. മറ്റു പലരും വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് തൊട്ടടുത്ത കസേരകളിലുണ്ട്. ബെറി ഇടയ്ക്കിടെ ഞങ്ങളുടെ മേശയ്ക്കരികിലെത്തും. ഇങ്ങനെയുള്ള ധാരാളം കുടിയേറ്റക്കാർ ബ്രൂഷിലെ റെസ്റ്റോറന്റുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആളുകൾ സൈക്കിളിൽ പോകുന്നു. കുതിരവണ്ടികൾ ഇപ്പോഴും ചത്തുരത്തിൽ നിന്നും മടങ്ങിയിട്ടില്ല. പലയിടത്തും കാണാം കുതിരവണ്ടികൾ. അവസാനത്തെ ഏതോ ഒരു അതിഥിയെ പ്രതീക്ഷിച്ചെന്നോണം അത് നീങ്ങുന്നു. നേരം 11 മണിയാകാറായിരിക്കുന്നു. രാത്രിയിൽ ഈ ചത്തുരത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഒരു അനുഭവം തന്നെയാണ്. പകലും രാത്രിയിലും ബെൽജിയം പോലുള്ള രാജ്യങ്ങളിലെ ഗ്രാമങ്ങൾ തീർത്തും നിശബ്ദവും ഒട്ടൊക്കെ നിശ്ചലവുമാണെന്ന് തോന്നും. പട്ടണങ്ങൾ രാവേറെ ചെല്ലുവോളം സജീവമാണ്. ഐസ്ക്രീം വിൽപ്പനക്കാരിക്ക് നല്ല കച്ചവടമാണ്. മുമ്പ് കണ്ടത്ര ആളില്ലെങ്കിലും ജനം പൂർണ്ണമായും സ്ക്വയർ വിട്ടൊഴിഞ്ഞിട്ടില്ല. ഞാൻ പുറത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്നും മറ്റൊരു തെരുവ് നീണ്ടുപോകുന്നുണ്ട്. അതിന്റെ അങ്ങേ തലയ്ക്കൽ ലൈറ്റപ്പ് ചെയ്ത് നിർത്തിയ ഒരു കെട്ടിടം കണ്ടാണ് അവിടേക്ക് നടക്കുന്നത്. ഇടവഴിയിൽ ആൾ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വഴിയുടെ ഇരുവശത്തും കുറെ സുവനീർ കടകളുണ്ട്. നടന്നെത്തിയത് ബുർഗ് സ്ക്വയർ എന്ന ചത്തുരത്തിലേക്കാണ്. അതിന്റെ അതിരിൽ അക്കാണുന്ന കെട്ടിടം സിറ്റി ഹാളാണ്. ബ്രൂഷിന്റെ നഗരഭരണ കാര്യാലയം.
അതിസുന്ദരമായ ഗംഭീരമായ ഒരു കെട്ടിടം തന്നെയാണ് സിറ്റി ഹാൾ. അതിന്റെ മുറ്റമാണ് ബുർഗ് സ്ക്വയർ. എല്ലായിടവും ലൈറ്റപ്പ് ചെയ്തു നിർത്തിയിരിക്കുന്നു. തണുപ്പിന്റെ ശക്തി കൂടുന്നു. നേരം 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് വിശ്രമിക്കണം. ഞാൻ മാർട്ടിൻ ബ്രൂഷ് ഹോട്ടലിലേക്ക് തിരികെ നടന്നു. അപ്പോഴും തെരുവിൽ ആളുകളുണ്ട്. വീട്ടിലേക്ക് മടങ്ങുന്നവരാകാം, ഹോട്ടലിലേക്ക് പോകുന്നവരുമാകാം. അവരെയെല്ലാം പിന്നിട്ട് നടത്തം തുടർന്നു.